പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമവേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലേക്ക് കഥ പറയാനെത്തുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായ നമ്മുടെ അമ്മ ദാക്ഷായണി അമ്മയാണ്. അമ്മയെ ഞാൻ കഥ പറയുന്നതിന് വേണ്ടി കർണാമൃതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ കഥ കേൾക്കുവാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും എല്ലാ സഹൃദയരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ കഥ കേൾക്കാം. നമസ്തേ പ്രിയമിത്രങ്ങളെ, നമുക്കിന്നൊരു ചെറിയ കഥ കേൾക്കാം. ലോകനാർക്കാവിലമ്മ ലേബർ എന്നുള്ള അർത്ഥത്തിനെ പഠിപ്പിച്ച കഥ. കഥ പറയുന്നത് ഞാൻ ദാക്ഷായണി അമ്മ. ഈ ലോകനാർക്കാവ് എവിടെയാണെന്ന് സുഹൃത്തുക്കൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. വടകരയ്ക്കടുത്തുള്ള വില്യാപ്പള്ളി എന്ന ഒരു ഗ്രാമത്തിൽ ലോകനാർക്കാവിലമ്മ കുടിയിരിക്കുന്നു. എന്നാൽ നമുക്ക് കഥയിലോട്ട് പോവാം. നാട്ടിൻ പുറത്ത് ആ നാട്ടിൽ ഒരു കർഷകൻ, പാവപ്പെട്ട ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പഠിക്കാൻ നല്ലൊരു മിടുക്കനായിരുന്നു. കഷ്ടപ്പെട്ട് അദ്ദേഹം മകന് നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ അയച്ചു. പഠിപ്പും പരിഷ്കാരവും എല്ലാം മകന് കൂടിയതോടെ വീടിനോടും മാതാപിതാക്കളോടും എല്ലാം പുച്ഛം തോന്നി തുടങ്ങി. ഒരിക്കൽ മകന്റെ ചില സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന സമയത്ത് അച്ഛൻ വെള്ളം കോരി പശുത്തൊഴുത്തെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മകനും സുഹൃത്തുക്കളും കൂടിയിരുന്ന് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കെ തൊഴുത്തിൽ നിൽക്കുന്ന അച്ഛനെ കണ്ടിട്ട് അതാരാണെന്ന് അവർ മകനോട് ചോദിച്ചു. ഈ സുഹൃത്തുക്കളാണ് ചോദിച്ചത് മകനോട്, തൊഴുത്തിൽ നിൽക്കുന്നത് ആരാണെന്ന്. തൻ്റെ അച്ഛൻ ഒരു കർഷകനാണെന്ന് പറയാൻ മടിയുള്ള മകൻ അതിവിടുത്തെ ലേബറാണ് എന്ന് മറുപടി പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞ് മകന്റെ സുഹൃത്തുക്കളെല്ലാം പോയി. മകൻ തന്നെ കുറിച്ച് പറഞ്ഞ വാക്ക് പാവം ആ കർഷകന്റെ മനസ്സിൽ പതിഞ്ഞില്ലെങ്കിലും അയാൾക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. വൈകുന്നേരം അയാൾ തൻ്റെ അടുത്ത വീട്ടിലെ അധ്യാപകനോട് ഈ വാക്കിന്റെ അർത്ഥം ചോദിച്ചു മനസ്സിലാക്കി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാൻ തിടുക്കമായി. താൻ ഒരു തൊഴിലാളിയാണെന്നതിൽ തികഞ്ഞ അഭിമാനമുണ്ടായിരുന്നു ആ കർഷകന്. തൻ്റെ മകൻ തന്നെ അച്ഛനായി കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാത്തതിൽ വേദന തോന്നി. തൊഴിലാളിയായ തൻ്റെ അധ്വാനത്തിന്റെ ബലത്തിലാണ് മകൻ ഈ നിലയിലെത്തിയത് എന്ന കാര്യം അവൻ മറന്നുപോയല്ലോ. തൻ്റെ തൊഴിലിനോടും തന്നോടുള്ള പരിഹാസം മകനെ അവനല്ലാതാക്കി തീർത്തിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം ലേബർ എന്ന വാക്കിനർത്ഥം തനിക്കറിയാമെന്ന് മാത്രം അയാൾ മകനോട് പറഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം മകൻ ഒരു ഉദ്യോഗം തേടി ദൂര ദിക്കിലേക്ക് പോകേണ്ടി വന്നു. യാത്രക്കിടയിൽ അവന്റെ പണവും സർട്ടിഫിക്കറ്റുകളും എല്ലാം ആരോ അപഹരിക്കപ്പെട്ടു. അവൻ നിസ്സഹായനായി അപരിചിതമായ സ്ഥലത്ത് വിശപ്പ് സഹിച്ച് 2-3 ദിവസം പിന്നിട്ടു. വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ അവൻ ഭക്ഷണത്തിന് യാചിച്ചു തുടങ്ങി. അടുത്തുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് ഓരോ വീട്ടിലും എന്തെങ്കിലും തൊഴിൽ തരുമോ എന്ന് അന്വേഷിക്കാൻ അവൻ തീർച്ചപ്പെടുത്തി. എന്നാൽ ആരോഗ്യവാനായ അവന് വെറുതെ ഭക്ഷണം കൊടുക്കാൻ ആരും മുന്നുന്നില്ല, ആരും തയ്യാറായതുമില്ല. അവസാനം അവൻ നടന്ന് ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിലെ വീട്ടിൽ ചെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ എന്തെങ്കിലും തൊഴിലറിയുമോ എന്നായിരുന്നു ചോദ്യം. എന്ത് തൊഴിലും ചെയ്യാമെന്ന് വിശപ്പ് അവനെ കൊണ്ട് പറയിപ്പിച്ചു. ആഴമുള്ള കിണറ്റിൽ നിന്ന് വലിയ പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുകയായിരുന്നു അവന് കിട്ടിയ ജോലി. ജോലിക്കിടെ അവിടെ എത്തിയ ആ വീട്ടുകാരുടെ ബന്ധുക്കൾ പുതിയ ആളെ പറ്റി തിരക്കി. ഇതൊരു താൽക്കാലിക ലേബർ, തെണ്ടിത്തിരിഞ്ഞ് ഇവിടെ വന്നതാണ്. ഭക്ഷണം യാചിച്ചപ്പോൾ ഒരു ജോലി കൊടുത്തു എന്ന മറുപടി കേട്ട് അവൻ താൻ പണ്ട് അച്ഛനെ പറ്റി പറഞ്ഞ വാക്കോർത്തുപോയി. ജോലി കഴിഞ്ഞ് പ്രതിഫലമായി കിട്ടിയ സമൃദ്ധമായ ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കണ്ണുനീർ തൂകിയ മകൻ താൻ നാട്ടിൽ ചെന്ന് അച്ഛൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തു. കുറച്ച് ദിവസം പല പണികളും ചെയ്ത് പണം സമ്പാദിച്ച് നാട്ടിലെത്തിയ മകൻ തൊഴിലിന്റെ മഹത്വവും വിശപ്പിന്റെ വേദനയും സ്വന്തം അനുഭവത്തിൽ നിന്നും മനസ്സിലായി. പശ്ചാത്താപവിവശനായ അവൻ അച്ഛൻ്റെ കാൽക്കൽ വീണു തൻ്റെ തെറ്റിനും മാപ്പ് അപേക്ഷിച്ചു. ഭഗവതി തൻ്റെ മകന് വിവേകം നൽകിയതിൽ അച്ഛൻ സന്തുഷ്ടനായി. ലോകനാർക്കാവിലമ്മ എന്നും സാധുക്കളുടെ കൂടെയാണെന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ്.
പിറ്റേ ദിവസത്തെ തപാലിൽ കൈമോശം വന്നുപോയ അവൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം എത്തിച്ചേർന്നു. ആശ്വാസത്തോടും അത്ഭുതത്തോടും കൂടി നിൽക്കുന്ന മകനോട് അച്ഛൻ പറഞ്ഞു, എല്ലാം ലോകനാർക്കാവിൽ അമ്മയുടെ കൃപ. നിനക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയതും ഒടുവിൽ പരിഹാരമുണ്ടാക്കിയതും നേർബുദ്ധി കാട്ടിത്തന്നതും എല്ലാം അമ്മ തന്നെ. മകൻ്റെ അവിവേകം ക്ഷമിച്ച അച്ഛൻ തൻ്റെ മകന് വിവേകവും നേർവഴിയും ഭഗവതി കാട്ടിക്കൊടുത്തതിൽ ഏറെ സന്തോഷിച്ചു. എന്നും നമ്മൾ ഒന്ന് വിശ്വസിച്ച്, ദൈവത്തിന് വിശ്വസിച്ച് എന്ത് ജോലിയും എന്ത് കർമ്മങ്ങളും ചെയ്താലും ഏത് ദൈവമായാലും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിനൊരു അർത്ഥമാണ് ഈ കഥ. നമസ്തേ പ്രേമിത്രങ്ങളെ, എല്ലാവർക്കും കഥ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കഥ കേട്ടു നോക്കൂ.